ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചമ്മന്തിരിപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. കൂടാതെ എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ആദ്യം മോനെ സോഫയുടെ മുകളിൽ നിന്ന് വലിച്ച് താഴ്ത്തിടുന്ന ചന്ദ്രമതിയുടെ ക്രൂരതയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ ആദ്യം താഴ്ത്തിടുമ്പോൾ ശ്രുതി ഓടിപ്പോയിട്ട് പിടിക്കേണ്ട എന്താ ആൻറ്റി കാണിക്കണമെന്ന് ചോദിക്കണം. അവൻ കുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കണം. കുട്ടി മിണ്ടാതിരുന്നോ, തന്തയും തള്ളി നേരാവണ്ണം വളർത്തണ്ടായിരുന്ന താന്തോന്നിത്തര ചെക്കനെ തലതെറിച്ചവനവൻ. അല്ലെങ്കിൽ എങ്ങനെ അച്ഛമ്മമാർ വളർത്തുന്ന മക്കളൊക്കെ ഇങ്ങനെ തന്നെ ഒമ്പടി ഉണ്ടല്ലോ ഒരു തലതെറിച്ചത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രേവതി വരികയാണ്. രേവതി ചോദിക്കുകയാണ്, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. എന്താ പ്രശ്നം എന്നോ, സാമ്പാറിൽ ഉപ്പില്ല പറയണം. സാമ്പാർ ഇനി ഞാൻ വെച്ചിട്ടില്ലല്ലോ അമ്മയെന്ന് പറയണേ. ഇനി കളിയൊക്കെ നീ എന്നെ കണ്ണി കണ്ട വഴി കൂടെ പോണവരെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് വീട്ടിൽ നിൽക്കാൻ സ്ഥലം കൊടുത്തിട്ട് ഇപ്പോൾ അവർ ഞെളിഞ്ഞു കൂട്ടിയിരിക്കുക എൻ്റെ സോഫയിൽ വന്നിട്ട് അവൻ എന്നൊക്കെ പറയണം. എൻ്റെ അമ്മേ, അതൊരു ചെറിയ കുട്ടിയല്ലേ, അമ്മയ്ക്ക് ഇത്രയും ബുദ്ധിയും ബോധവും ഇല്ലേ, അവനൊന്ന് സോഫയിലിരുന്ന് എന്താ ഈ സോഫ തേഞ്ഞു പോവോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതിയും ഇത് കേട്ട് വന്നിട്ട് അവൻ കുട്ടിയല്ലേ അമ്മേ, അവൻ ഇരുന്നപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ട് ശ്രുതിയും ആദ്യം അനുകൂലിച്ച് സംസാരിക്കുക. നിങ്ങളൊക്കെ അവനെ അനുകൂലിച്ചിട്ടാണല്ലോ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ രേവതി പറയും, ഇതിപ്പോൾ അവനൊന്ന് ഇരുന്ന് വെച്ചിട്ട് ഈ സോഫയൊന്നും ഒന്ന് അലിഞ്ഞു പോകാൻ പോകണില്ല, അവൻ ഇരുന്നപ്പോൾ എന്താ കുഴപ്പം, ഇത്രയും തരം താഴരുത് അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി പറയാണ്. നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ടടി എന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് സച്ചി വരികയാണ്. സച്ചി വന്നിട്ട് ചോദിക്കുക, എന്താ ഇവിടെ പ്രശ്നം ചോദിക്കുമ്പോൾ രേവതി പറയും, സച്ചിയായിട്ട് ആദ്യം ഒന്നാ സോഫയിലിരുന്നു, അതിനാണ് അമ്മ ഈ കണ്ട മുഴുവൻ അംഗങ്ങളും വരുത്തണമെന്ന് പറയുന്നത്. അപ്പോൾ സച്ചി പറഞ്ഞു, ആ സോഫയിലിരുന്ന് എന്താ കുഴപ്പം, അവനൊരു കുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ചൂടാവുകയാണ് ചന്ദ്രമതിയോട്. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടനൊരു കുട്ടും കൂടി തന്നിട്ടുണ്ട്, അച്ഛമ്മമാർ വളർത്തുന്ന മക്കളൊക്കെ ഇങ്ങനെയാവും എന്നാണ് പറഞ്ഞേക്കണം എന്നൊക്കെ പറയുമ്പോൾ, ഓഹോ അപ്പോൾ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്കുണ്ടാവുകയാണ് അവിടെ. അത് കഴിഞ്ഞിട്ട് ആദ്യം പാടെ മോനെ പറഞ്ഞിട്ട് ആദ്യനെ വിളിച്ചിട്ട് സച്ചി പോണു, ആൻറ്റീനെ വിളിച്ചിട്ട് രേവതി പോണു. അത് കഴിഞ്ഞു. അപ്പോൾ സച്ചി രേവതിയും കൂടി അകത്ത് പോയിട്ട് ഇരിക്കുമ്പോൾ സച്ചി പറയാണ്, രേവതി നിനക്കൊരു കാര്യം മനസ്സിലായോ? അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും, ശ്രുതിക്ക് ആ കുട്ടിയോടുള്ള സ്നേഹം നീ കണ്ട. അപ്പോൾ ഇവരുടെ സംസാരം ശ്രദ്ധിച്ചിട്ട് ശ്രുതി ബാക്കിൽ നിൽക്കുന്നുണ്ട്. അതിനിപ്പോൾ എന്താ സച്ചിയേട്ടാ ചോദിക്കുമ്പോൾ പറയാണ്, അവൾ വല്ലാതെ കുട്ടീനെ സ്നേഹിക്കുന്നുണ്ട്. അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആദ്യമായിട്ട് അവൾ മിങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്രാവശ്യം കണ്ടില്ലേ അവൾ എന്തൊരു സ്നേഹത്തിൽ ആദ്യയോട് പെരുമാറുന്നത്, ഇതിൽ നിനക്ക് എന്താ മനസ്സിലായി ചോദിക്കുമ്പോൾ രേവതി ചോദിക്കുക, എന്താ സച്ചിയേട്ടാ ചോദിക്കുമ്പോൾ പറയും, എനിക്കിതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, നമ്മുടെ പാർലർ ഏട്ടത്തിക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹമുണ്ട്, അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെങ്ങനെ സച്ചിയേട്ടന് മനസ്സിലായി? അതൊക്കെ ഓരോരുത്തരുടെ പെരുമാറ്റം കണ്ടാൽ അറിഞ്ഞൂടെ രേവതി എന്നൊക്കെ ചോദിക്കുകയാണ് സച്ചി. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സംസാരം കേട്ടിട്ട് ശ്രുതി അധ്യയനം വരുമ്പോൾ ശ്രുതി ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട്. ഓഹോ അപ്പോൾ അതാണല്ലേ. അപ്പോൾ സച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ ശ്രുതി മനസ്സിലാക്കുകയാണ് ശ്രുതിക്കൊരു കുഞ്ഞിക്കാലിനുള്ള ആഗ്രഹം ഉണ്ട്. എന്നിട്ട് പക്ഷേ ശ്രുതി പറയേണ്ട അമ്മോട്, അമ്മേ അവരൊന്നും പോയില്ലെങ്കിൽ എനിക്ക് ഇന്ന് റൂമിൽ കിടക്കാൻ പറ്റില്ല, എനിക്ക് കസ്റ്റമേഴ്സിനോട് പെരുമാറാനുള്ളതല്ലേ, ഉറക്കം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖം പ്രസന്നമാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി റൂമിലേക്ക് പോയിട്ട് ശ്രുതിയോട് പറയും, ശ്രുതി നിനക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി പറയാണ്, കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹം അതെ സച്ചി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പറയുമോ, ശ്രുതി ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, അന്ന് പ്രഗ്നൻ്റ് ആണോ എന്നുള്ള സംശയത്തിൽ ശ്രുതി എന്തൊക്കെയാണ് പറഞ്ഞ്, ഇപ്പം തന്നെ ഒരു കുഞ്ഞ് വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം എന്തൊരു മനംമാറ്റം ചോദിക്കുമ്പോൾ ശ്രുതി പറയാണ്, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു, അന്ന് എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്ന് ഞാനൊരു ബിസിനസ് മാൻ അല്ലേ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ, നമുക്കൊരു കുഞ്ഞിക്കാല് കാണണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയും, കടന്നു പൊക്കോ, ആദ്യം ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നിട്ട് മതി കുഞ്ഞിക്കാലും വലിയ കാലമൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെടാം. ഇവിടെ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് വെച്ചിട്ട് ശ്രുതി പോയി കിടക്കണം. അപ്പോൾ ശ്രുതി ലൈറ്റ് ഓഫ് ചെയ്യണ്ടേ എന്നുള്ളതിൽ അവന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കണം. അതൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം ആദ്യനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ദിവസമാണ്. അപ്പോൾ അമ്മമ്മോട് ചോദിക്കേണ്ട, ആദ്യം അമ്മമ്മേ നാളെ എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടില്ല, അപ്പോൾ നാളെ അമ്മ വരുമല്ലോ എന്നെ കാണാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദ്യം എല്ലാം സംസാരിക്കുക, ആരും കേൾക്കണ്ടെന്ന് പറയാണ് അമ്മമ്മ. അപ്പോൾ അങ്ങനെ എന്നിട്ട് ആദ്യം വർത്തമാനം നിൽക്കുന്നതിൻ്റെ ഇടയിൽ ശ്രുതി റൂമിലേക്ക് വരുന്നു. ശ്രുതി റൂമിൽ വന്ന് ആദ്യം പിടിക്കുമ്പോൾ അത് ചോദിക്കും, അമ്മയെ നാളെ അമ്മ വരുമല്ലേ എൻ്റെ കണ്ണിൻ്റെ കെട്ടയക്കുമ്പോൾ എന്നെ കാണാൻ ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഞാൻ വരും മോനെ, നിൻ്റെ കണ്ണിൻ്റെ കെട്ടയക്കുമ്പോൾ നിന്നെ കാണാൻ അമ്മ വരും പറയണം. അപ്പോൾ വിമല ചോദിക്കും, എന്തിനാ മോളെ വെറുതെ അവന് ആശ കൊടുക്കുന്നത്, നിനക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അവനതൊരു വിഷമം ചോദിക്കുകയാണ്. ഞാൻ വരും അമ്മേ, അവൻ്റെ അമ്മേനെ അവന് കാണാൻ ഞാൻ വരും എന്നൊക്കെ പറയണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങാൻ നോക്കിക്കോ ഒക്കെ പറയണ ശ്രുതി വന്നിട്ട്. എന്നിട്ട് അവിടുന്ന് പേപ്പറുകൾ എടുത്തിട്ട് അലമാറ വിളിക്കുക. ഇത് എന്തിനാണ് ശ്രുതി ഇത് എടുത്ത് വയ്ക്കുന്നത്, ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ചോദിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇതിപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ വേണ്ട അലമാറ വിളി വയ്ക്കുക. രേവതി സച്ചി അവിടെ റെഡി ആയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ പോകാൻ നോക്കിക്കോ, ഞാൻ വരാം എന്ന് പറയുകയാണ് ശ്രുതി. അങ്ങനെ ശരി എന്ന് പറയുകയാണ്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പും അതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെയാണ് നടക്കുന്നത്.
അപ്പോൾ ആദിയുടെ കണ്ണിൻ്റെ കെട്ടഴിക്കുമ്പോൾ ആദിക്ക് അവൻ്റെ അമ്മയെ കാണാൻ പറ്റൂ. അവൻ അവൻ്റെ അമ്മേനെ ആദ്യമായിട്ട് കാണും. ആദ്യം കാണുന്നത് അവൻ്റെ അമ്മേനെയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അറിയാം. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടമായി കൂട്ടുകാരെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തീരെ ചെറുതാക്കിയിട്ടോ കഥ പറഞ്ഞിരിക്കണം, വേറെ അങ്ങനെ കൂടുതലായിട്ട് അതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറുതാക്കിയിട്ടാണ് പറഞ്ഞിരിക്കണം. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടമായി കൂട്ടുകാരെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.